കാവല് നിൽക്കുന്ന സിംഹക്കുട്ടന്മാരെ കണ്ട ഏടാ പോടാ ഉമ്മ ഏടെ പാത്തു ആട്ടോ പപ്പിച്ചെറുക്കൻ താഴെ പോയി പോട് പാത്തു ആട്ടോ ഉമ്മണിയാണോ ഇത്? അതിന് രണ്ടും കൂടി ഇനി ഓട്ടമാണേ. ഉമ്മനെ ഏടെ ഉമ്മനെ ഉമ്മനെ ഉമ്മക്കുട്ടനെ ചിന്നോമായി ഇറക്കിപ്പോടാ വീട്ടിലോട്ട്. മോളെയോ? ആള് പൊന്നു മോളല്ലേ. ഉമ്മി അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാലും ആരാത് രണ്ടു കൂടെ മാറി വഴിതാ നേ എനിക്ക് ഇത്തിരി താമസിച്ചു. അയ്യോ അയ്യോ തള്ളിയിടല്ലേ. ഇത്തിരി താമസിച്ചെന്ന് പറഞ്ഞാൽ 7 മണി കഴിഞ്ഞു. 7 മണി സൂര്യൻ എവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നു. നോക്ക് രണ്ട് വെടലകളുടെ പണി നോക്ക്. കളിക്കുന്ന രാവിലെ ഇത്രയും 2 കൂട്ടുകാരെ പാത്തു ഉമ്മി സ്നേഹിക്കുന്ന. ഇനി ഈ പെരയ്ക്ക് ചുറ്റും ഓടും കുറേ നേരം. ജാനുവാ വിളിക്കുന്നത്. പേരയ്ക്ക പഴുത്തിക്കുന്നുണ്ടാ. നോക്ക് പ്രാന്ത്. എടാ ഉമ്മച്ച കൊടുക്കടാ തിരിച്ച്. അപ്പം നമ്മുടെ ഉണങ്ങിയ മഞ്ഞൾ ഒന്നും കൂടെ ഉണക്കിയിട്ട്, അതായത് വെയിൽ കൊള്ളിച്ചിട്ട് ഇന്ന് പൊടിക്കണം. ബാക്കി നമ്മൾ കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുത്തു. ഇത്ര ആവശ്യക്കാരുണ്ടാകും നമ്മൾ വിചാരിച്ചിരുന്നില്ല. താത്ത വെച്ചാ ഞാനോട് ഓടുന്ന കാണട്ടെ. താത്ത വെച്ചാമേ അമ്മ അങ്ങോട്ടത്ത് പോയേ. കുട്ടുമ്മേതേ നിന്റെ അമ്മ പോന്നു. ഇരുന്ന് കാണുക. മുട്ട അപ്പുറത്തൊരു വീട്ടിൽ കൊടുക്കണം. പിന്നെ ബാസ്ക്കറ്റ് നിറയെ മുട്ടയുണ്ട്. പിന്നെ ബാഗ് നിറയെ സാധനമുണ്ട്. അപ്പം അക്ഷയ പോകണം. അതായത് ആദ്യം മുട്ട കൊടുക്കണം 1-2 ഇടത്ത്. എന്നിട്ട് അക്ഷയ പോകണം. അക്ഷയ പോയിട്ട് ബാങ്കിൽ പോകണം, പോസ്റ്റ് ഓഫീസിൽ പോകണം. ഇത്രയും ചെയ്യണം. അപ്പോൾ മുട്ട കൊടുത്തിട്ട് എന്നെ അവിടെ വിട്ടിട്ട് കുഞ്ഞാവ ഇങ്ങ് തിരിച്ചു പോരും. ഞാൻ എന്നിട്ട് സീതത്തോടുനിന്ന് പിന്നെ ചിറ്റാറ് ബസ്സിന് പോവും. കാരണം മാറി നിന്നാൽ പിന്നെ ഇവിടുത്തെ കാര്യമൊന്നും നടക്കില്ല. എല്ലാവരും കൂടെ മാറിയിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്നെ മുട്ടയും കൊടുത്ത് എന്നെ അവിടെ ആക്കിയിട്ട് കുഞ്ഞാവ ഇങ്ങ് പോരും. അച്ചാച്ചി പശുവിനെ കഴിക്കാൻ പോകാൻ വേണ്ടി വഴിയിൽ എവിടെയോ നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ട്രിപ്പിൾ പോകുന്ന കണ്ടത് ഇവിടുന്ന് ഒരു വളവേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്ക് പിന്നെ അച്ചാച്ചിയെ കണ്ടപ്പോൾ വെയിലത്ത് നടന്നു വരുന്ന കണ്ടുകൊണ്ട് എടുത്ത് നടുക്കിരുത്തിയതാ. ഇന്നും അങ്ങോട്ട് പോകുമ്പോൾ അച്ചാച്ചീനെ ഒന്ന് വിടണം അങ്ങോട്ടേക്ക്. ഒറ്റ വളവേ ഉള്ളൂ. അത്യാവശ്യം 1-2 ഇടത്ത് മുട്ട കൊടുക്കണം കേട്ടോ. അതിനുള്ളതാണ് എടുത്തേക്കുന്നത്. എന്തായാലും എന്നെ അക്കരെ വിടാൻ പോകണം. അപ്പോൾ അവിടെ ഒരു കടയിൽ കൊടുക്കണം. 2 ഇടത്ത് കൊടുക്കണം. അന്യ ആൾക്കാരെ പോലെ ഇരിക്കുന്നത്. ഈ ഹെൽമെറ്റ് വെക്കുന്നതായിരിക്കും നല്ല. മഴ പെയ്താൽ കണ്ണി വെള്ളം വീഴും. അതേ കർഷകൻ നിരോധിത മേഖലയാണ്. ഓവർ കോൺഫിഡൻസ്. അതെന്തുവാ ഇത്രയൊക്കെ
എൻ്റെ പശുവിനെ എനിക്ക് നോക്കിയല്ല പറ്റും. അയ്യോടോ എന്നാ പോ. അച്ചാച്ചി ഇവിടെ അച്ചാച്ചിയുടെ പശു താണ്ട ആ പറമ്പിലുണ്ട്. ആ ഞങ്ങൾ പോട്ടെ. അതുകൊണ്ട് പശുവിളി കേൾക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞ് വന്നു. നല്ല മഴക്കോളായി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ. തിരിച്ചും മറിച്ചും മിക്സ് ചെയ്താട്ടോ വീഡിയോ ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് എനിക്ക് എപ്പോഴും വരുന്ന ചോദ്യമാണ് ഈ കോഴിയെ വളർത്തുന്നതിന് എന്ത് ചെയ്യണം, കോഴിയെ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇതിൻ്റെ കൂട് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, പെയ്ഡ് പ്രൊമോഷനല്ല. ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം. ഉണ്ടായിരടി വർഷങ്ങളായിട്ട് എല്ലാ കോഴി വാങ്ങൽ കൊടുക്കൽ കാര്യങ്ങൾക്കും ഞാൻ കണക്ട് ചെയ്യുന്നത് ജോസേട്ടൻ എന്ന് പറഞ്ഞ ഒരാളെയാണ്. ജോസ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഞാൻ ജോസേട്ടൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എത്ര കോഴിയെ വേണമെന്ന് പറഞ്ഞാലും ജോസേട്ടൻ അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കോഴിയുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുടെ എല്ലാ കാര്യത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നല്ല പേരും മഴ വരുന്നുണ്ട്. മാനം ഇരുണ്ടു തുടങ്ങി കണ്ട. അയ്യോ കോഴികളുടെ പാട്ട് കേട്ടോ, തീറ്റ തിന്നുന്നതിൻ്റെ പാട്ടാ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ഉടുപ്പിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഞാനായിരുന്നു. ഉടുപ്പ് വലുതായതായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നോക്കൂ. അപ്പോൾ എൻ്റെ വണ്ണം കുറഞ്ഞില്ലേ? മറ്റേ ചൂലെടുത്തിട്ട് വാ. ഇത് മോനെടുത്തോ. എന്താ വേണ്ടാത്ത? ഇതാളത്ത് വന്നു പണങ്ങ. ബാ കുളിച്ചോ മേവൻ? എടാ കുളിച്ചൊരുങ്ങി എന്തിനാടാ? എടാ കുറച്ച് കഴിയടാ, അപ്പൊക്ക് വയ്യടാ, പോകണ്ടാടാ. അച്ചാച്ചി ഒന്നിനും കൊള്ളുകയല്ല, ഒരു കാശിനും കൊള്ളുകയല്ല. ഇങ്ങോട്ട് വരികയും വേണ്ട. നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഒരു കാശിനും. ഏത് നാട്ടുകാരാടാ പറഞ്ഞ അച്ചാച്ചിയെ കൊള്ളത്തില്ലെന്ന്? ഏടാ ഇതെന്തോ കോസ്റ്റ്യൂമാ ഇത്? സ്വന്തമായിട്ട് തണലത്ത് വന്ന് പിണങ്ങി നിൽക്കേ. ഇവിടെ വന്ന് പിണങ്ങി നിൽക്ക്. പിന്നെ ഏതിൻ്റെ ഉടുപ്പാ? പോലീസിൻ്റെ ഉടുപ്പാ ഇത്? ആ ശരിയാ, പോലീസ് കറക്റ്റ് പോലീസ്. ആ വള്ളിയും കൂടെ ആയപ്പോൾ നിക്കറ് പോലീസ്. ഈ വെയിലത്ത് പോകണോ പുറത്ത്? കാറെന്തിയേ? മാമൻ വന്നിട്ടല്ലേ പോണ്ടേ? ആ മാമൻ വന്നിട്ട് പോ. മാമൻ വരുമ്പോൾ വൈകിട്ടാവും. വൈകിട്ട് പോയാൽ പോരെ മാമൻ വന്നിട്ട്? അത് സാരമില്ല, അതുവരെ മോൻ ഉറങ്ങിക്കോ. അപ്പോൾ ഉണർത്തിക്കൊണ്ട് പോവല്ലോ. ഈ തണലത്തുവാ ഇച്ചിരി മുന്നോട്ട് നിൽക്കാം. എന്നിട്ട് പിണങ്ങിയതാ? അങ്ങോട്ട് തിരിഞ്ഞേ. പിണങ്ങിയിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഭഗത്തടി പിണങ്ങിയിരിക്കുന്നു. എടാ മഴ പെയ്യൂടാ ഇന്ന് ഭയങ്കരമായിട്ട്. എടാ കാറ് മാമ വരണ്ടേ? മാമ വൈകിട്ടത്തേക്കേ വരൂ. അന്നേരം പോയ പോരെ? ആ മഴ പെയ്യുമ്പോൾ നമുക്ക് മഴ നനയാം. ഇന്നലെ നനഞ്ഞ പോലെ, മിഞ്ഞാന്ന് നനഞ്ഞ പോലെ. ആ മഴ നനയുന്നതും അഴുക്കും തമ്മി എന്താ ബന്ധം? പന്ന മഴയായിരുന്നോ? ഇന്ന് വലിയ മഴ പെയ്യും കേട്ടോ. മഴയോ? കൊച്ചിനെ പറ്റിക്കുന്നൊരു മഴ. എടാ അത് മഴക്കാലത്ത്. ഇത് ചൂടുകാലമല്ലേ? സ്കൂൾ തുറക്കലും മഴ പെയ്യലും ഒക്കെ ഒരുമിച്ചാ. നനഞ്ഞ് സ്കൂളിൽ പോലോ. അല്ല തന്നെയാണോ കുളിച്ചേ? അതോ അമ്മ കുളിപ്പിക്കുമായിരുന്നോ? ആ അപ്പം നിന്നെ ഒന്നുകൂടെ കുളിപ്പിക്കണം.
മാമൻ വന്നിട്ട് നമുക്ക് മഴ നനയണം, ആറ്റി പോകണം, എന്നിട്ട് സുഖത്തോട്ടിപ്പോൾ. ഈ നട്ട വെയിലത്ത്, ഈ പെട്ട വെയിലിന് ഈ പെണ്ണിന് എന്തിൻ്റെ ഭ്രാന്ത? എന്നോട് പിണങ്ങി കിടക്കുന്നു. ജാനു 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 ജാനുവേ കണ്ടാണേ. അമ്മയുടെ പാത്തു എവിടെ? കണ്ട കുശുമ്പ്. പാത്തുവിനെ വിളിച്ചപ്പോൾ അവള് നോക്കി പിണങ്ങി കിടന്ന. അതിനിവിടെ ഇവിടെ വണ്ടി എൻ്റെ കൈ. അപ്പം കൈ പിടിക്കാം, വണ്ടി ഇടിക്കുന്നു. അപ്പനെ ഗേറ്റ് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ സീതത്തോട് വരെ പോവാണ്. ഈ ബാഗ് എന്തിനാന്ന് വെച്ചാൽ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. വല്ലാത്തൊരു കിലുക്കും സാധനം ഇടാൻ വേണ്ടിയിട്ട്. കാരണം എവൻ്റെ കയ്യെ പിടിക്കുമോ കയ്യിൽ സാധനം പിടിക്കുമോ. ഇതാകുമ്പോൾ വാങ്ങിച്ച് ബാഗിൽ വെച്ചാൽ മതിയല്ലോ. ഇത് പോവാ. ഓട്ടോ ഇപ്പോൾ താഴെ വരും. ഓട്ടോയ്ക്ക് കയറി ഞങ്ങൾ പോകുന്നത്. എവിടെ പോവാന്ന് പറ. എവിടെ പോവാന്ന് പറ. ഒന്നിനും കൊള്ളത്തില്ല. കറി ചെയ്യുന്ന അച്ചാച്ചിയുടെ വഴക്ക് കേട്ടതുകൊണ്ട്. ആ ദോ അച്ചാച്ചി. ഓട്ടോ വന്നു വാ പോവാ. എവിടെ പോവാന്ന് പറഞ്ഞോ? ഞങ്ങൾ ഇമ്മ അക്കരെ പോവാ ചേച്ചി. അവരിപ്പോ വരുമ്പോ മേടിച്ചോണ്ട് വരാൻ പറയാം. ആ ആ കിണ്ടർ തീർന്നെന്ന് തോന്നുന്നു. ഇതില്ല, നീ ചോദിച്ചു നോക്ക്. വേറെ ഏതോ ജോയിയുണ്ട്. അങ്ങ് ചെന്നതേ അവിടെ എത്തി. ഇല്ലേ, തീർന്നോ? നമുക്ക് വേറെ നോക്കാം. ബാ എടാ, വേറെ കടയിൽ നോക്കാന്ന്. വേറെ നോക്കാം. ബാ എടാ, വേറെ കടയിൽ നിന്ന് മേടിച്ചു തരാന്ന്. കിണ്ടർ ജോയി തീർന്നു, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വേറൊരു ജോയി ഉണ്ട്. പക്ഷെ ഈ ചെറുക്കൻ്റെ പാടമുള്ള കിണ്ടർ ജോയിയോ? ആ ചെറുക്കൻ്റെ പാടമുള്ള കിണ്ടർ ജോയി നമ്മൾ എവിടെ തപ്പും? അത് കിട്ടിയേ പറ്റൂ. എന്നാണ് ഇവിടെ നിന്നോ, വരുമ്പോ സ്റ്റോക്ക് വരുമ്പോ നമുക്ക് വീട്ടിൽ പോവാം. ഈ കിണ്ടർ ജോയി തട്ടെ. ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് അവധിയാടാ, പഠിത്തം നിർത്തിയതല്ല. LKG കഴിഞ്ഞ് ഇനി എത്രലോട്ടാ? ചേട്ടാ ഒരു കവർ കൂടെ തരും, എനിക്ക് അരി വാങ്ങിക്കണം. ചിലപ്പോൾ ഇത് പൊക്കോട്ടെ, നീ നിന്നോളൂ അവിടെ. നമുക്കിവിടെ കടയിൽ നിൽക്കാം. ഞാൻ ചോറ് മേടിച്ചു തരാം, കാപ്പി മേടിച്ചു തരാം, വേണമെന്നൊക്കെ മേടിച്ചു തരാം. കിണ്ടർ ജോയ് മേടിച്ചു തരുവാടാ. എന്നാ ചിലപ്പോ നിൽക്കും. കേട്ടോ, എനിക്ക് ഒരു കൂട്ട് വേണം. അതിനാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ സേത്തോട്ട് വന്ന് എന്നെ കയ്യെ പിടിക്കാനാണ്. റോഡിൽ മൊത്തം വണ്ടിയാന്ന് അവൻ പറഞ്ഞേ. ആണോ? ഇവിടെ നിൽക്കുവാന്നോ? നീടാ കുഞ്ഞിക്കൂര നടക്കുന്ന പോലെ നടക്കുന്നേ. 2 കോഴിക്കാലും ഇട്ടിട്ടുണ്ടെന്ന്.
സാരമില്ല. മേടിച്ചോ? എത്രയും ചോദിക്കടാ. പൈസ ഓട്. എൻ്റെ ഇല്ല. ഉള്ള പൈസക്ക് ഇന്റർവ്യൂ മേടിച്ചില്ലേ? എൻ്റെ പൈസ ഇല്ല. ആ പൈസ ഇല്ല. പണിക്കുന്നു. എന്തെങ്കിലും പണിയുണ്ടോ ചെയ്യാന്ന് പറ. ആ അത് മമ്മൂട്ടി. പിന്നെ അപ്പുറത്തേക്കുന്നാരാ? എന്തിയാ മോഹൻലാല്? ശരിയാണോ? മോഹൻലാലുണ്ടോ? ആ മോഹൻലാല്. പിന്നെ ഇതാണോ ഇല്ലുമിനാട്ടി? ഓമന കോമളത്താമരപ്പോ. ശരിയാ, എല്ലാം ശരിയാ. പോവാ. കേറ് എടാ, എവിടെ പോയെന്ന്? അവൻ എന്നെ സീതത്തോട്ടി കൊണ്ടുവന്ന. റോഡിലൊക്കെ വണ്ടി ആയതുകൊണ്ട് എൻ്റെ കയ്യെ പിടിക്കാൻ. ഇപ്പോഴല്ല, വീട്ടിലിപ്പോൾ എത്തും.